പുള്ളിയെന്ന് വെച്ചാൽ നല്ല സിനിമയാണ്. ജയറാമേട്ടനൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ് പുള്ളി. പിന്നെ പണ്ടത്തെക്കാളും നല്ലപോലെ പഴയ എന്താണോ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് നിലവിൽ. ശരിക്കും അടിപൊളിയായിട്ട് കണ്ടിരിക്കും. ഒന്നുകൂടി കാണണം. അങ്ങനെ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഫസ്റ്റിൽ നെഗറ്റീവ് ഇല്ല, സെക്കൻഡിൽ നെഗറ്റീവ് പറയാനൊന്നുമില്ല. ലാഗില്ല, എല്ലാം അടിപൊളിയാണ്. നല്ല കളക്ഷൻ നോക്കും. ഇപ്പോൾ പുള്ളിയുടെ ആക്ടിങ്ങും സംവിധാനവും ഒക്കെ അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റിനേക്കാൾ അടിപൊളിയായിരുന്നോ? ആ, അടിപൊളി. നമ്മുടെ ജയറാമേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളി. ഋഷഭ് പെർഫോമൻസും സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നല്ലത്, കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇത് നമ്മൾ ഇന്റർവെല് കണ്ട പോലെ അല്ല, ഒരുപാട് സസ്പെൻസ് ഉണ്ടായിരുന്നു. ജയറാമിന്റെ ഒക്കെ റോള് വേറെ ലെവലാണ്. ഓക്കെ, ഋഷഭ് റെഡ്ഡി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മസ്റ്റ് വാച്ച് ആണ്. ഓക്കെ, എക്സ്പെക്ടേഷൻ എല്ലാം ഓക്കെയാണ്. എൻ്റെ പേഴ്സണൽ ഇതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. അതായത് ക്ലൈമാക്സ് ഒരു ഇത് ഒന്നും പറയാനില്ല, അമ്മാതിരി ചെയ്ത് വെച്ച്. ഓക്കെ, സെക്കൻഡ് ഹാഫ് വേറെ ലെവല്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. രണ്ടും സൂപ്പറാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമാണ്, നല്ല രസമുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് രസമുണ്ട്. അത്ര എത്തിയില്ലാന്ന് തോന്നുന്നു. ഫസ്റ്റിന്റെ അത്ര ഒരു കിട്ടിയില്ല. നല്ലതാണ്, അങ്ങനെ തോന്നി. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം. സെക്കൻഡ് കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാരും തിയേറ്ററിൽ തന്നെ കാണണം. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് എല്ലാം ഫസ്റ്റിനെ കഴിഞ്ഞ് സെക്കൻഡ് ആണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഫസ്റ്റ് സെക്കൻഡ് എല്ലാം ഇടയിലാണ്. പടം കൊള്ളാം, സൂപ്പറാണ്.